കുടിക്കണ. പിന്നെ ഭക്ഷണം പാകം ചെയ്ത ആള് നല്ല ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ വാണി മേഡത്തിന്റെ ആ ഒരു ഞങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ ഓരോരുത്തരുടെ സംസാരത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ ഇതൊരു കോഴിക്കോട് നിന്നും കൂടി ഒന്ന് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത്ര ടയേർഡ് ആവില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർ വന്ന് പിന്നെ ക്ഷീണായി, അപ്പോഴേക്കും എനിക്ക് ബസ്സിലൊക്കെ കയറിയപ്പോൾ ക്ഷീണായി, വല്ലാത്ത ക്ഷീണായി. അപ്പോൾ അത് കോഴിക്കോട് നിന്നും കൂടി ഈ ട്രാവലർ ഇതൊന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തതിലും ഗ്രൂപ്പിലും ഞങ്ങൾ കൂടുതലായിട്ട് പങ്കെടുക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഇനിയിപ്പോൾ രാമേശ്വരോ അങ്ങനെ എന്തെങ്കിലും പോകണമെങ്കിൽ കോഴിക്കോട് നിന്ന് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു. ഞാൻ ഇതാ ഞങ്ങളെ നെയ്ബറൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കാശി ഇതുപോലെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയിരുന്നു. അതിലും എനിക്ക് തോന്നുന്നത് ഇവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി, നന്നായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഒരു കുടുംബം പോലെ കുറച്ച് ദിവസം അങ്ങോട്ട് 2-3 ദിവസം അങ്ങോട്ട് പോയി. എല്ലാം മറക്കാൻ പറ്റി, ഒന്നും ആലോചിച്ചിട്ടില്ല, ദൈവത്തിനെ മാത്രം ആലോചിച്ച് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇത് ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം കൊണ്ട്. അതുകൊണ്ട് അടുത്ത അതിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സഹകരിച്ചതിന് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും എൻ്റെ എന്താ പറയുക നമസ്കാരം. ഭക്ഷണമൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇത് പറയാനുള്ളത്, നമ്മളെ ഇത്രയും വയസ്സൊക്കെ ആയിട്ടുണ്ട്, വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർ കുറവുള്ളൂ. എങ്കിലും നമ്മൾ വൈറ്റമിൻ F എന്നാണ് സാധനം കിട്ടുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? അത് വിറ്റാമിൻ A ഉണ്ടാവും, B, C, D, K ഒക്കെ ഉണ്ട്. പക്ഷെ വിറ്റാമിൻ F നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, കിട്ടിയിട്ടുണ്ടാവില്ല. അത് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരൻ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ്. യെസ് വേണം, കറക്റ്റ്. ഫ്രണ്ട്ഷിപ്പ് അതാണ്, അത് എവിടെയും കിട്ടില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും മാത്രമേ നമ്മളെ ആരോഗ്യം കൂടുള്ളൂ. അത് പ്രത്യേകം പറയാണ്. ബാക്കി എല്ലാവരും നമ്മൾ ഇതേമാതിരി തന്നെ എറണാകുളത്ത് വന്നവരുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്നവരുണ്ട്, തിരുവനന്തപുരം, എറണാകുളം, പല സ്ഥലത്തും വരുന്ന ആൾക്കാരുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് ഒരു യാത്ര ചെയ്യാൻ പറ്റിയത് വളരെ നമുക്ക് തന്നെ ഇതിലൊരു ദൈവത്തിൻ്റെ കടാക്ഷം, നമ്മളൊരു ഭാഗ്യം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ടീമിൻ്റെ കൂടെ ഇപ്രാവശ്യം 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു യാത്ര തന്നെയാണ്. നമുക്ക് ആ ആദ്യത്തെ കഷ്ടപ്പാടും ആ ഒരു ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് ചെയ്താൽ, കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വെങ്കടേശ്വര സ്വാമിയുടെ അവിടെ ആ നടയിൽ കൃത്യം ഞാൻ അവിടെ എത്തിയപ്പോൾ ആ ചെയ്യുന്ന ആ സേവകർ, ആ സ്ത്രീകൾ കൈ അങ്ങോട്ട് മുന്നിലേക്ക് അങ്ങോട്ട് വെച്ച് എന്നെ തടഞ്ഞു. അതായത് ആരോ ഒരാൾ ഒരു ചുമട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം പോകുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരു വെള്ള പാൻറ് ഷർട്ട് മാത്രം. അപ്പോൾ എനിക്ക് അത്രയും സമയം, എനിക്ക് തോന്നുന്ന ഒരു മിനിറ്റിലധികം സമയം ഞാൻ ഭഗവാൻ, ഇവർ കൈ തടഞ്ഞു വെച്ചിരിക്കുക, എനിക്ക് അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത്രയും സമയം ഭഗവാനെ കണ്ടു എന്നുള്ളത് എനിക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ഭഗവാൻ അങ്ങനെ എനിക്ക് ദർശനം തന്ന് അനുഗ്രഹിച്ചു എന്നുള്ളത്, അത് വളരെ സന്തോഷം. പിന്നെ നമ്മളുടെ കൂടെ വന്ന യാത്രക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവരാണ്. പിന്നെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ പ്രായത്തിലും ഘട്ടങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് ഇതിൽ. ചെറിയ കുഞ്ഞു മുതൽ 80 വയസ്സ് കഴിഞ്ഞ ആ ഒരു മുത്തശ്ശി വരെയുണ്ട്. നമ്മൾ കൗമാരക്കാരുണ്ട്, 40 വയസ്സുകാരുണ്ട്, 50, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും. സാറ് പറഞ്ഞതുപോലെ ആ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഐക്യത്തിൽ നമ്മൾ പോയതുകൊണ്ട് നമ്മൾക്ക് വളരെ നല്ല ഒരു അനുഭവമാണ് ഈ തീർത്ഥാടനം കൊണ്ട് ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ജലഖണ്ഡേശ്വർ ക്ഷേത്രം ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതും വളരെ നല്ലൊരു അമ്പലം, സന്ദർശിക്കാൻ പറ്റി. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു. ഭക്ഷണവും താമസവും ഡ്രൈവിങ്ങും ഒന്നും പറയാനില്ല, വേറൊരു കുറ്റവും പറയാനില്ല. അത്ര നല്ല രീതിയിൽ തന്നെയാണ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. വാണിമാട ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ യാത്ര കഴിഞ്ഞാൽ എല്ലാവർക്കും ഭഗവാൻ മംഗളം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മഹാറാണിയിലൂടെ ആദ്യത്തെ യാത്രയാണ് എൻ്റെ. 8 പ്രാവശ്യം തിരുപ്പതിക്ക് പോയിട്ടുണ്ടെങ്കിലും മഹാറാണിയിലൂടെ ആദ്യമായിട്ടാണ്. വളരെ നല്ല ഒരു യാത്രയായിരുന്നു. അതേപോലെ വാണിജ്യത്തിലെ ഫസ്റ്റത്തെ ഒരു ക്ലാസ്സുകളോട് കൂടി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവിടെ ചെന്നപ്പോൾ നമുക്ക് തൊഴാനായിട്ട് ഒരുപാട് എളുപ്പമായിരുന്നു. ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തന്ന കാരണം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങാനൊക്കെ സാധിച്ചു എനിക്ക്. അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആ ഡ്രൈവർ ചേട്ടൻ്റെ നല്ല ഡ്രൈവിംഗ് ആണ് ആളുടെ. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നല്ല ഫുഡായിരുന്നു. ഇനിയും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുകയും അവരോടും കൂടി യാത്രകൾ ചെയ്യാൻ പറയാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്.
ഇനിയുള്ള യാത്രകളും നല്ല മഹാറാണിക്ക് നല്ല യാത്രകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ആയിരുന്നു എല്ലാ സ്ഥലത്തും ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. പ്രത്യേകിച്ച് ചേച്ചിയുടെ ഓരോ സ്ഥലത്ത് പോകുന്നതിനുള്ള ബ്രീഫിങ്സ് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഡ്രൈവിങ്ങും ഫുഡും എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു. ഈ മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു ഇതൊരു ഭക്തിപൂർവമായ ഒരു യാത്രയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി ഇതിൻ്റെ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയിരുന്നത്. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. A to Z ഡ്രൈവിംഗ് മുതൽ മറ്റേ ഫുഡ് അടക്കം എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. മഹാറാണി ട്രാവൽസിലൊക്കെ ഉള്ള സെക്കൻഡ് ടൈമാണിത്. ശരിക്കും മൂന്നാമത് ആവേണ്ടതായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോയ കാരണം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം പോയപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇനി പോകണമെങ്കിൽ തന്നെ മഹാറാണിയിലാണ് പോകുന്നതെന്നേ ഞാൻ വിചാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇപ്പോൾ മൂന്നാമത് സെക്കൻഡ് ടൈം മഹാറാണിക്കാരോടൊപ്പം വരാൻ പറ്റി. പിന്നെ വാണി നല്ല വളരെ കോപ്പറേറ്റീവാണ്. എല്ലാം കാര്യങ്ങൾ പറഞ്ഞുതരാം. അന്നേ എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തത്. കാരണം വേറെ എൻ്റെ പരിചയത്തിൽ തിരുപ്പതിക്കാർ പോയപ്പോൾ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. കാരണം എനിക്ക് മഹാറാണിക്കാരുടെ ഒപ്പം പോകണം എന്നുള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ബിന്ദുവിനെയും വിളിച്ചത് ഇപ്പം അതുകൊണ്ടാണ്. ഇങ്ങനെ നല്ല സർവീസും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മറ്റുള്ളവരെയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവമാണ്. നമ്മൾ പിന്നെ എല്ലാവരും ഇവിടെ ഒരു വളരെ ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ ഉണ്ടായി. എല്ലാവരും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു, ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും നല്ല ഫീലിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഭഗവാൻ വെങ്കടേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്താ പറയുക, ഒരുപാട് സന്തോഷം വിചാരിക്കാത്തൊട്ടൊക്കെ നമ്മൾ കാണാൻ കഴിയാത്തത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയും നല്ല അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റും. പണിക്ക് എന്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം. മഹാറാണിയോടൊപ്പം അതേപോലെ തിരുപ്പതിയിലും ഇതിൻ്റെ ആദ്യത്തെ യാത്രയാണ്. വളരെ നല്ല അനുഭവമായിരുന്നു. ഭഗവാന്റെ നല്ലൊരു ദർശനം കിട്ടി. പിന്നെ വാണിച്ചേച്ചി നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആക്കി വെച്ചിരുന്നു എത്രത്തോളം എങ്ങനെയാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും. അതുകൊണ്ട് ഓരോന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. ക്രോബാർ കാണണം, റൈറ്റ് സൈഡ് നോക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിൽ പതിഞ്ഞ് നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് നല്ല ദർശനം തന്നെയായിരുന്നു. പിന്നെ ഒരു പിൽഗ്രിം ട്രിപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിനും അപ്പുറമുള്ള ഒരു എക്സലൻസ് അല്ലെങ്കിൽ ഒരു ലക്ഷറി മഹാറാണിയുടെ സർവീസിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡ്രൈവിംഗ് ആണെങ്കിലും കുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാം, അതേപോലെ വാണിച്ചേച്ചിയുടെ കോർഡിനേഷൻ എല്ലാം ആ ഒരു എക്സലൻസ് നമുക്കിതിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു മഹാറാണിയോടൊപ്പം. പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ പോലെ 2 ദിവസം ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് ഫാമിലി മെമ്പേഴ്സായി മാറാൻ പറ്റി. അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയും മഹാറാണിയോടൊപ്പം വരുന്ന ട്രിപ്പുകൾ യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതെല്ലാവരും പറഞ്ഞു, ഞാൻ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഇത് നമുക്ക് ഇതിന് കാരണം ഒരുക്കി തന്ന വാണിച്ചേച്ചിക്കും വാണിച്ചേച്ചിയുടെ ഫാമിലിക്കും ഭഗവാൻ സർവേശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്ന അവരെ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഭഗവാൻ ബ്ലെസ് ചെയ്ത് അയച്ചതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഇത്ര പേരെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും അവരെ പറ്റി പറയാനും അവർക്ക് അനുഗ്രഹം തരട്ടെ. ചേച്ചിക്ക് പറഞ്ഞു തരാനുള്ളൊരു നല്ല വാക്ചാതുര്യം നമുക്കത് മനസ്സിൽ നിന്ന് വിട്ടു മാറുന്നില്ല. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ചേച്ചി പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും. പിന്നെ മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ വർഷത്തിലൊരിക്കൽ വരണം എന്നാണ് ഞാൻ കയറിയപ്പോൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പം തോന്നുന്നു അങ്ങനെയല്ല. പറ്റുമ്പോഴൊക്കെ വർഷത്തിൽ എത്ര പ്രാവശ്യം ഭഗവാൻ അനുഗ്രഹിക്കണോ അത്രയും പ്രാവശ്യം വന്ന് തൊഴുകാൻ സാധിക്കട്ടെ. എന്നെമാതിരി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഡ്രൈവർ ഏട്ടനോടും കുക്ക് നമുക്ക് ചെയ്തിരുന്ന ആ ഏട്ടനോടും നന്ദി പറയുന്നു. നല്ല ഫുഡായിരുന്നു, അക്കോമഡേഷൻ എല്ലാ കാര്യത്തിലും നന്നായിരുന്നു. പിന്നെ ഡ്രൈവിംഗ് ആയാലും ശരി, നമ്മളെല്ലാം നല്ല സേഫായിട്ട് നല്ല ട്രാവൽ ചെയ്തിട്ട് ഇതുവരെ എത്തിച്ചു. എല്ലാത്തിനും സർവേശ്വരനോട് വാണിച്ചേച്ചിയോടും പ്രത്യേകിച്ച് നന്ദി. താങ്ക് യു. എല്ലാ വിധത്തിലും നല്ലൊരു യാത്രയായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദർശനം കിട്ടി. അതിന് നമ്മളോടൊപ്പം
ഡ്രൈവിംഗ് ആണ്. അപ്പോൾ വണ്ടിക്ക് ഒരു ചലനമില്ലാതെയാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക താങ്ക്സ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ കുക്ക് നമ്മുടെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പാചകം നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിനും നമ്മുടെ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. പറയാനുള്ള എല്ലാ ചെത്താറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ ദൈവത്തിനെ കാണാനൊക്കെ പറ്റി. ബുക്കാണെങ്കിലും അവിടെ എഴുതാൻ പറ്റിയ നല്ല ബുക്കാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എല്ലാവരും നല്ല രീതിക്കാണ് ട്രിപ്പായിട്ട് വാണിമേളത്തിൻ്റെ ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും വാണിമേളം നിർദ്ദേശിച്ചെന്ന് അതെനിക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. നല്ല രീതിയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അത് നമുക്കത് ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോഴും അതിൻ്റേതായ ഒരു രീതിയിൽ നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അതൊരു വേറെ എങ്ങും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതിനൊരു നല്ലൊരു കഴിവ് തന്നെ വേണം. അതിന് നന്ദിയും പറയുന്നു. പിന്നെ ഫുഡും ഡ്രൈവർ ചേട്ടനും കുഴപ്പമില്ല, നല്ല ഇതായിട്ട് പറയാനറിയാൻ മേല. അതുകൊണ്ട് പോകണം പൈസയായിരുന്നു അത്യാവശ്യം ഭയങ്കര ഇഷ്ടമായി. ഈ ചാൻസിലൂടെ വരും. പിന്നെ മാഡം പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു കഥയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കേൾക്കാനായിട്ട്. ഞാൻ കേരളത്തിലായാൽ പോലും അധികം അമ്പലങ്ങളൊന്നും പോകാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഈ ട്രാവൽസിൻ്റെ ഒരു സംഭവം കണ്ടപ്പോൾ മഹാറാണി എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാനിത് ബുക്ക് ചെയ്തത്. പിന്നെ ഞാൻ ടൂറ് പോകുന്നതായാലും പിന്നെ എവിടേക്ക് പോകണമായാലും നമ്മൾ സ്വന്തം വണ്ടിയോ അങ്ങനെയാണ് പോവാറ്. ഇങ്ങനത്തെ ഒരു സംഭവം പോകാറില്ല. പിന്നെ അപരിചിതരായ ആൾക്കാരാണ്. ഇവരൊക്കെ എങ്ങനെയാവും ഇതിന് ഡീൽ ചെയ്യാൻ പോകുന്നത്, അഴിച്ചുകൊണ്ട പോലെയാണോ അങ്ങനത്തെ സത്യം അങ്ങനെ സംശയം എനിക്കുണ്ടായിരുന്നു അവിടെ. മാഡം സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിഴലിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം പറഞ്ഞു തരുന്ന രീതി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ലൈനപ്പാണ്, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് മനസ്സിലായി. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തതയുണ്ട്. ടൈമിങ്ങിൽ പോലും എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിപ്പിക്കുന്നത് പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി പറഞ്ഞ പോലെ അമൃതത്തിനെ പറ്റി ഒന്നും അറിയാതെയാണ് ലിംഗേശ്വരനെ കാണാൻ ഞാൻ അറിയുന്നത്. അതിൽ മാഡം പറഞ്ഞു തന്നത് ക്ലാസ് എല്ലാവരും പറഞ്ഞു തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ടാവും അവിടെ എന്തുണ്ടാവും എന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അത് ഓക്കെയാണ്. അതേപോലെ ഭക്ഷണത്തിൻ്റെ കേസിൽ ഞാൻ ചെറിയ കമ്പനി പറഞ്ഞിരുന്നു. അതെന്താ കേസെന്ന് വെച്ചാൽ ഇത്രയും അലഞ്ഞു വരികയാണ്. അപ്പോൾ അലഞ്ഞു വരുമ്പോൾ ഇതിനെക്കാട്ടി വലിയൊരു ഫുഡ് എന്നെപ്പോലുള്ള ആൾക്കാർ എല്ലാവരും കേസറിയാണ് അങ്ങനെ സംഭവം പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡോടുകൂടി ആ പരാതി ഇരട്ടിക്ക് മാറി. കാരണം ഗംഭീര ഫുഡായിരുന്നു ആ സത്യം. അതോടുകൂടി ഇനി വീട്ടിൽ പോയിട്ട് പോലും ഭക്ഷണം വേണ്ടാകാത്ത രീതിയിലാണ് വിചാരിക്കുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ആ ഫുഡ് ഉണ്ടാക്കിയ ചേട്ടൻ സൂപ്പറായിരുന്നു. ആ ഒറ്റയ്ക്ക് ഇത്രയും കാലത്തേക്ക് ഇത്രയധികം നല്ല രീതിയിൽ ഭക്ഷണം ചെയ്ത് ഒറ്റയ്ക്കില്ല. ആളെ എന്തായാലും അഭിനന്ദിക്കണം. അതുപോലെ ഡ്രൈവറായിട്ട് അവരൊന്നും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളിലോ മറ്റെന്തിലും അവരിടപെടുന്നില്ല. അവരവരുടേതായ ഡ്യൂട്ടി മാത്രം കറക്റ്റായിട്ട് നിർവഹിക്കുകയാണ്. എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. ഇനി ഇങ്ങനെ പോകുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയും. നമസ്കാരം. ഞാനൊരു 10 വർഷം ആയി ഇപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ പോയിട്ട്. 10 വർഷത്തോളമായിട്ട് ഒരു യാത്രയ്ക്ക് ഞാൻ പോകാറില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ആ ഒരു എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാഡം ഓരോ കാര്യങ്ങളും ഞാൻ മുമ്പ് പോയിരുന്നപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് ജസ്റ്റ് ആ ഒരു കാര്യം നമ്മളോട് നമ്പറുണ്ട്, അവിടെ നിങ്ങൾ ഇന്ന സ്ഥലത്താണ് എൻട്രൻസ്, നിങ്ങൾ പോയിട്ട് തൊഴുതിട്ട് വന്ന് ഇന്ന സമയത്ത് ബസ്സിലുണ്ടാവണം. അത്ര മാത്രമാണ് അവർ പറഞ്ഞ് പോവാറ്. അതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ തരെ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന പോലെ ചെയ്യണം അങ്ങനെയുള്ള ഡയറക്ഷൻസ് ഒന്നും തരാറില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ പോലെ തൊഴുത് പോരായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മാഡം ഇതിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് കറക്റ്റായിട്ട് ഇന്ന പോലെ ചെയ്യണം, അത് ഇതാണ് അവിടെ വരുന്നത്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ സ്ഥലത്തും അതായത് എനിക്കിപ്പോൾ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അവിടുത്തെ ദൈവം നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഞങ്ങളിപ്പോൾ വെങ്കടേശ്വരൻ്റെ അവിടേക്ക് ചെല്ലാൻ നേരത്ത് ഞങ്ങൾ കയറുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പാണ് അവിടെ മഴ പെയ്തത്.
ജസ്റ്റ് 2 മിനിറ്റ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാനായിട്ട് ജസ്റ്റ് 2 മിനിറ്റ് മുമ്പ്. അപ്പോൾ നമ്മളെ ജസ്റ്റ് എന്താ പറയുക കുളിച്ച് ആ ഈറനോടെ തന്നെ നമ്മളെ പൂർണ്ണ ശുദ്ധിയോടെ നമുക്ക് കയറാനായിട്ട് പറ്റിയത്. അതുപോലെ വെങ്കടേശ്വരൻ്റെ അവിടെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ ഒരു ടൈം കിട്ടിയായിരുന്നു നമുക്ക്. ശരിക്കും ആളെ കണ്ട് ശരിക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു ടൈം കിട്ടിയായിരുന്നു. ഓരോ മേഡം പറഞ്ഞ ഓരോ സ്ഥലത്തും അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയായിരുന്നു. വെങ്കടേശ്വരൻ വൈകുണ്ഠം ദ്വാരം അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്തായിരുന്നു. അതും ആ പ്രണാമം ചെയ്ത് ഞങ്ങളെ പ്രണാമം ചെയ്യുന്ന സമയത്ത് നല്ല മഴയത്ത് ആ മഴയത്ത് തന്നെ നിന്നിട്ട് കിടന്നാണ് പ്രണാമം ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓരോ സ്ഥലത്തോട്ടാ പൂജ ചെയ്ത ഞങ്ങൾ ഇന്നിപ്പോൾ കാളഹസ്തിയിൽ പൂജ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് ആ ഒരു ശകുനം എന്ന് പറഞ്ഞാൽ അതൊരു ഗോമാതാവും അതിൻ്റെ കുട്ടിയും ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു. ആ പൂജയ്ക്ക് കയറുന്നതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല, അതായത് അവിടുത്തെ മൂർത്തി നമ്മളെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നതെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഇതായിരുന്നു. എനിക്കൊരു പേഴ്സണലി എൻ്റെ ഒരു സജഷൻ, ഫുഡായിട്ടല്ല ഞാൻ പറഞ്ഞത്, രാത്രിയിൽ ഫുഡ് വരുമ്പോൾ ഇഡലി വേണ്ട, ചപ്പാത്തി അങ്ങനെയൊക്കെ എല്ലാം ഓക്കെയാണ്. ഇഡലി കാലത്തേക്ക് ഓക്കെയാണ്, പക്ഷേ രാത്രിയിൽ ഇഡലി വേണ്ട. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ബാക്കി എല്ലാവരും എനിക്ക് ഇതായിരുന്നു. പിന്നെ മേഡം ഒറ്റയ്ക്കാണ് ഈ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തത്. അതിന് മേഡത്തിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഞാൻ ഈ വാണിയുടെ അച്ഛനെ എനിക്ക് തോന്നുന്ന ഒരു 100 കോള് ഞാൻ വിളിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എന്നെ കൊണ്ട് അങ്ങോട്ട് കുടുങ്ങിയിട്ടുണ്ടാവും. ഓരോ സംശയങ്ങളായിട്ട് ചോദിച്ച് കാരണം ഈ ബസ്സിന് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മളൊരു ഇന്നോവ കാർ എടുത്ത് ഒരു 6 പേര് 5 പേര് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പോകണോ നമ്മൾ വരണോ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ 84 വയസ്സായ ഒരു അമ്മയുണ്ട്, 2 വയസ്സ് പ്രായമായിട്ട് ഒരു കുട്ടിയുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഉള്ളിലൊരു പേടിയായി. അപ്പോൾ ഓരോന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം പറയും ഞങ്ങൾ 88 90 ഉള്ളവരെ കൊണ്ടുപോകുന്നുണ്ട്, ഇയാൾ പേടിക്കണ്ട. അപ്പോൾ എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട് ഈ വാണിയുടെ അച്ഛനായിട്ട്. കാരണം ഞങ്ങളുടെ പട്ടാമ്പി റൂട്ടിലൂടെയാണ് അദ്ദേഹം ബസ് ഓടിച്ചിരുന്നത്. അപ്പോൾ ആ ബസ്സൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ചെറിയൊരു ഡ്രൈവിംഗ് പാരമ്പര്യം എനിക്കുണ്ട്. അപ്പോൾ അതിലൂടെയുള്ള ചെറിയൊരു കണക്ഷൻ. പക്ഷെ ആളെ ഞാൻ കണ്ടത് നമ്മൾ വണ്ടി കയറുന്ന അന്നാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത്രയും വിളിച്ചും സംസാരിച്ചുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റിയൊരു കുഴപ്പം, 12:30 മണിക്ക് ഉച്ചയ്ക്ക് നമ്മൾ ബസ് എടുക്കും എന്നാണ് നമ്മുടെ ശരിയായ സമയം. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കത് നേരത്തെ എടുക്കേണ്ടി വന്നു. പക്ഷെ എൻ്റെ ഒരു പ്രയാസം, എൻ്റെ മരുമകൻ, എൻ്റെ മകളുടെ ഭർത്താവ് അന്ന് രാവിലെയാണ് ഖത്തറിൽ നിന്ന് വരുന്നത്. അപ്പോൾ ശങ്കരൻകുട്ടിയേട്ടൻ തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 12:30 12:30 താൻ ഇങ്ങോട്ട് എത്തിയാൽ മതി, രാവിലെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് 9:30 ആക്കിയോട് കൂടി ഞങ്ങളൊക്കെ ഞെട്ടി. കാരണം ഇദ്ദേഹം ഖത്തറിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്തോ ആലപ്പുഴയെന്നോ കോട്ടയത്തോ വരെ വെച്ചാൽ നമുക്ക് തലേദിവസം രാത്രി ഇങ്ങോട്ട് പോരെ എന്ന് പറയാം. ഇതത് പാകമില്ല. അങ്ങനെ എന്താ അറിയില്ല, നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ കടാക്ഷം. 1/2 മണിക്കൂർ മുന്നേ ഫ്ലൈറ്റ് ഇറങ്ങി. സാധാരണ 1/2 മണിക്കൂർ ലേറ്റ് ആവുന്നത് 1/2 മണിക്കൂർ മുന്നേ ഇറങ്ങി. നമ്മൾ കാർ ഇവിടുന്ന് വിട്ടിരുന്നു. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് തീരല്ലാത്തതുകൊണ്ട് സാധാരണ 2.5 മണിക്കൂർ റണ്ണിൽ നിന്ന് നമ്മൾ 1 മണിക്കൂർ 34 മിനിറ്റ് കൊണ്ടും നമ്മൾ എത്തി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ കുറച്ചൊരു വാശിയുണ്ടായിരുന്നു. വാണി 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു, എങ്ങനെയെങ്കിലും സാറേ ആ സമയത്ത് തന്നെ എത്തണേ, ഇനി ഒരു 11 മണി വരെ ആയാലും കുഴപ്പമില്ല എന്ന് ശങ്കരൻകുട്ടിയേട്ടനും എന്നെ വിളിച്ച് പറഞ്ഞു. കാരണം ഒരു വാക്ക് പറഞ്ഞു പോയതല്ലേ അവരെ. അപ്പം ഞാൻ പറഞ്ഞു 1 മിനിറ്റെങ്കിലും 1 മിനിറ്റ് വേസ്റ്റ് ചെയ്യാതെ ഞാൻ എത്തും, അത് മാത്രമേ ഞാൻ വാക്ക് പറഞ്ഞു. പക്ഷേ 8:30 മണിക്ക് ഞങ്ങൾ പറളി എത്തി. അപ്പം ഞാൻ വാണീനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളിതാ പറളി എത്തി എന്ന് പറയാം. കാരണം ഇനി ഒരു കാരണവശാലും ലേറ്റ് ആക്കരുത്. ഞങ്ങൾ കാരണം ഈ ബാക്കിയുള്ള 28 പേര് 27 പേര് ലേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് വരാതെ ഇരുത്താൻ ഭഗവാൻ നമ്മളെ കടാക്ഷിച്ചു. അത് വലിയൊരു കാര്യമായി. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അത് എന്ത് നിലനിൽക്കുമായിരുന്നു. കാരണം 11 മണിയായി എന്നുണ്ടെങ്കിൽ ഈശ്വര നമ്മൾ കാരണം ഈ 1.5 മണിക്കൂർ പോയല്ലോ. ശരിക്കും ആ 11 മണി ആയിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചോക്കോ, നമ്മൾ അവിടെ എത്തിയത് കറക്റ്റ് 11 മണിക്കാണ്. അത് 12 മണിക്ക് ശേഷം എത്തിയാൽ നമുക്ക് അന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം നമുക്ക് ഭഗവാന്റെ ഒരു കടാക്ഷമായി. നല്ല യാത്രയായിരുന്നു.
ഞാൻ പല സമയങ്ങളിലും ധാരാളം ബസ്സുകൾ യാത്രയായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സംഘാടകൻ തന്നെയായിരുന്നു ഞാനും. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് ദേഷ്യവും കുറച്ച് സ്ട്രിക്റ്റും ഇത് രണ്ടും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനത് നടത്തിയിരുന്നത്. 12 മണിയാണ് ഇപ്പോൾ സമയം, എല്ലാവരും തൊഴുക, 12:20 ബസ്സിൽ കയറുക, ഇതാണ് നമ്മൾ പറയുക. 12:20 അവർ ബസ് കയറിയില്ലെങ്കിൽ നമ്മൾ ബസ് എടുത്ത് പോകും. പക്ഷെ ഈ വാണി ഇത് രണ്ടുമില്ലാതെ ആ കൃത്യസമയത്ത് ആളുകളെ ഇറക്കി വിടാനും കൃത്യസമയത്ത് ആളുകളെ ബസ്സിൽ കൊണ്ടുവന്ന് കയറ്റാനും ഉള്ള നയം, അതിന് നയം തന്നെയാണ് പറയേണ്ടത്. അത് എന്താ പറയാ, ഭഗവാൻ കൊടുക്കുന്നതാണത്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഭഗവാൻ കൊടുക്കും. ഇപ്പൊ വാണിയോട് നമ്മളൊന്ന് പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആള് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, കാരണം പാടാനുള്ള കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം ഒരു കഴിവ് വാണിക്ക് കൊടുത്തു എന്നുള്ളതും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, ഇത് രണ്ടും വളരെ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് സാധിച്ചു, അതിന്റെ ഗുണം കിട്ടുന്നത് നമ്മളെ പോലുള്ള ആളുകൾക്കാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സന്തോഷം. വേറൊരു കാര്യം, ഡ്രൈവിംഗ്, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ സുഖമായിട്ട് നടക്കുന്നു. അതിനൊന്നും അതും ഇതായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മെസ്സാണ്, ഭക്ഷണപ്രമുഖൻ. ആ ഭക്ഷണപ്രമുഖന്റെ ഒരു കാര്യത്തിൽ ഞാൻ പലപ്പോഴും 3-4 പ്രാവശ്യം ഞാൻ പല അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു ഭാവം ഉണ്ടായിരുന്നില്ല, അതിന് മറുപടി ഉണ്ടായിരുന്നില്ല, യാതൊരു ഭാവം. താൻ തന്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ള ഭാവമല്ലാതെ അദ്ദേഹത്തിന് നമ്മൾ പുകഴ്ത്തുമ്പോ എന്ന് കോളറൊക്കെ പിന്നാക്കിട്ട് പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും കണ്ടില്ല. അതൊക്കെ ഒരു വല്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. ചിലപ്പോൾ ഈ പറയുന്ന ആൾക്ക് അവരൊന്ന് തലക്കാട്ടി ഇങ്ങനെ ആക്കിയ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ചെയ്തതാണ് അതിന്റെ ശരി. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്കിപ്പോൾ അത് തിരിച്ചു പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ബട്ട് ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു വലിയ കാര്യമാണ്. അങ്ങനത്തെ കഴിവുള്ളവരെ ഇതിലേക്ക് കലക്ട് ചെയ്ത് കിട്ടുക എന്നുള്ളത് അതിനേക്കാൾ വലിയ കാര്യമാണ്. പിന്നെ വാണിയുടെ ഒരു ഇൻട്രൊഡ്യൂസിങ്, അതൊക്കെ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ അത് ഗുണം ചെയ്തു. ഞാനൊരു പ്രാവശ്യം തിരുപ്പതിയിൽ വന്നു പോയ ഒരാളാണ്. ഇത്ര തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 6 വർഷം 7 വർഷമായി ഉണ്ടാവും, വളരെ സൗകര്യമായിട്ട്. പക്ഷെ എന്നാലും ഉള്ളിൽ കയറിയ സമയത്ത് ഏകദേശം ഇത്രയും സമയം കഴിഞ്ഞിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി, ഒരു തിക്കും തിരക്കില്ലെങ്കിലും. പക്ഷെ ഇപ്പം അതിനേക്കാളും തിരക്ക് കൂടി, കുറച്ച് എന്താ പറയുക, ചില ബെൻഡുകളിൽ വേണ്ടാതെ തിരക്കി. ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച എന്താ വെച്ചാൽ 2 വയസ്സായ കുട്ടിയും പറഞ്ഞില്ലേ 84 വയസ്സായ അമ്മ, ഇവരെ രണ്ടുപേരും സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു നല്ലൊരു പ്രയാസം തന്നെ ആയിരുന്നു അതിൻ്റെ ഉള്ളിലും, ടിക്കറ്റ് എടുക്കുന്നിടത്തും എല്ലാം. പക്ഷെ സാരമില്ല, കുറെ പ്രയാസപ്പെട്ടാലാണ് നമുക്ക് നല്ലൊരു സംഗതി ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതിൻ്റെ യാത്രയിലുടനീളം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ടൈം തെറ്റിയാണ് പോകുന്നത്. ഇതുവരെ ഇവർ യാത്ര ചെയ്തിരുന്ന ടൈം തെറ്റിയാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവരുദ്ദേശിച്ച ഒരു ഹോട്ടലിലും നമുക്ക് ഇറങ്ങാനോ നിൽക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റില്ല. അപ്പൊ അതിന് അവർക്ക് വ്യവസ്ഥ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെയും വിശക്കാതെയും അവിടെ എത്തിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നേരെ മറിച്ച് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ഏകദേശം റൂട്ടാണെന്ന് എനിക്ക് തോന്നി, കാരണം അതിൻ്റെ ഒരു സൗകര്യം അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു യാത്രയായി. എന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ നാട്ടിലെ ഒരു തന്ത്രി, അദ്ദേഹം ഒരു 368ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വാണിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഒന്ന് തിരുപ്പതി പോകണമെന്ന്, എനിക്ക് ഏതായാലും ആ ബസ്സിൽ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അതൊരു വല്ലാത്തൊരു, അദ്ദേഹം ഒരു വല്ലാത്തൊരു സാധനം. അപ്പം നമ്മളൊക്കെ സാധാരണ തിരുമേനിമാർ തന്ത്രിമാർ ഒരു പൂജയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ 50,000 60,000 1 ലക്ഷം മേടിക്കുമ്പോൾ ഒരു ഒറ്റ രൂപയുടെ തുട്ടവിടെ വെച്ചോളൂ, വേറെ ഒന്നും അവിടെ വെക്കണ്ട എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നത് ഈ ഭൂമിയിൽ അയാൾ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അങ്ങനത്തെ ഒരു തന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഏജൊന്നുമില്ല, 46 വയസ്സേ ഉള്ളൂ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നില ആ തരത്തിലൊരു നിലയിൽ അധ്യാപകനാണ്. ഇപ്പോൾ VRS എടുത്തു. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങൾ നമുക്ക് പലരോടും പറയാനും എന്താ പറയുക, അത് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന കുറേ അനുഭവങ്ങൾ, അത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ബാക്കി 99.9 നമുക്ക് സന്തോഷമുള്ളതാണ്. പിന്നെ നിന്നു കാല് കടഞ്ഞു അതൊക്കെ വേറെ കാര്യം, അത് അവിടുത്തെ ഒരു സ്വഭാവമാണ്. അതിനെ മാറ്റാൻ ഒരാളെ കൊണ്ടും കഴിയില്ല.
അവിടുത്തെ ഭരണസമിതിക്ക് മാത്രമേ അതിന് കഴിയൂ, നമുക്ക് ആർക്കും കഴിയില്ല. ഇപ്പോൾ ക്രൗൺ മറ്റേ ഇതുണ്ട്, എന്താ ക്രൗൺ സ്റ്റിക്ക്, അതിൻ്റെ ഉള്ളില് വടി, ക്രൗൺ ബാർ, അതൊക്കെ കാണാൻ സാധിച്ചു. ഞാൻ ആദ്യം പോയിട്ടൊന്നും എനിക്കത് കാണാൻ സാധിച്ചില്ല. ഇപ്പം കാണാൻ സാധിച്ചു, നമുക്ക് വഴിപാട് ഇടാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ആ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം എന്ന് പറഞ്ഞ വഴി ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ അതുകൂടെ പോയില്ല, സംശയിച്ചപ്പെടും. പക്ഷെ അതും ഇതും വലിയ വ്യത്യാസം തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പിന്നെ അപ്പുറത്തുകൂടെ ഗേറ്റിലൂടെ. പക്ഷെ എന്നാലും നമുക്കത് അതൊക്കെ കാണാൻ അങ്ങനെ സംഗതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഏതായാലും നന്നായി, നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവിധ അനുഗ്രഹവും സർവേശ്വരൻ അവർക്ക് കൊടുക്കട്ടെ. എൻ്റെ മനസ്സിലുള്ളത് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടിക്കറ്റ് യാത്ര നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു 35 പറഞ്ഞാൽ ഒരു 35 ടിക്കറ്റ് നമുക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഏതായാലും 2-3 മാസം കഴിയട്ടെ. തിരക്ക് വല്ലാതെ തിരക്കില്ലാതിരിക്കില്ല, പക്ഷെ എന്നാൽ പോലും തിരക്ക് വല്ലാതില്ലാത്തൊരു സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടിപ്പിക്കുന്ന രീതിയുണ്ട്. എൻ്റെ പിന്നിലിരുന്ന് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അമ്മ പറയുന്നുണ്ട് പട്ടാമ്പി വഴി കൂടെ വരണമെന്ന്. കാരണം അവിടെ ഒരാൾ കോഴിക്കോട്ട് കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും തോന്നി. അപ്പോൾ അത് ആകെ ഒരു സർക്കുലർ ആവും ബസ്. അപ്പോൾ ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരാൻ അവർക്ക് 1 മണിക്കൂറേ വേണ്ടൂ. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പിക്ക് വരാൻ 1.5 മണിക്കൂറും പാലക്കാട്ടേക്ക് വരാൻ 1.5 മണിക്കൂറും 3 മണിക്കൂറാണ് യാത്ര പിടിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടിങ് കുറച്ച് അറിയുകൊണ്ട് നമുക്കതിൻ്റെ വശങ്ങളറിയാം. ഏതായാലും നല്ലൊരു യാത്ര, നല്ല ഫുഡ് എല്ലാം. കാരണം എനിക്കും കുറേ കാലം കാറ്ററിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഈ ഫുഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ല ഫുഡ്. പിന്നെ എൻ്റെ അടുത്ത് തിരുമേനി പറഞ്ഞത് അതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ അതുകൊണ്ട് ശരീരം കേടുവരില്ല എന്ന് പറഞ്ഞു. അതാണ്, വായ ചിലപ്പോൾ ലേശം ബുദ്ധിമുട്ടിച്ചാലും ശരീരത്തിന് കേടുണ്ടാവില്ല. അപ്പോൾ അതൊരു നല്ല അഭിപ്രായമാണ്, നല്ലൊരു കാര്യമാണ്. ഏതായാലും സർവ്വമംഗളങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. നമസ്കാരം. ഇനി വരും മഹാറാണിയിൽ തന്നെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജീഷ്. ഞാനിത് ആദ്യമായിട്ടാണ് തിരുപ്പതി ട്രിപ്പിന് വരുന്നത്. ഇതിപ്പോൾ അച്ഛൻ ഓൾറെഡി വിശദീകരിച്ചു എൻ്റെ വരവ് എങ്ങനെയാണെന്ന്. ഞാൻ ജസ്റ്റ് വന്നു, വീട്ടിൽ വന്നു, കുളിച്ചു, ഫ്രഷായി, ഒരു 2-3 ജോഡി ഡ്രസ്സ് ബാഗിലേക്ക് മാറ്റി നേരിട്ട് ഇറങ്ങി. അതാണ്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള വിളിയായിരുന്നു കറക്റ്റ്. കാരണം ഞാൻ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല തിരുപ്പതിക്ക് വരുന്നത്. പക്ഷെ അവിടുന്ന് ആ വിളി കാരണം നല്ലപോലെ ദർശനം കിട്ടി. മോൾക്ക് വേണ്ടി നേർന്നായിരുന്നു. സോ എല്ലാം മംഗളകരമായിട്ട് തീർന്നു. വളരെ സന്തോഷം. പിന്നെ ഇനിയും വരണം ആഗ്രഹമുണ്ട്, മഹാറാണിയിൽ തന്നെ വരണം. അതാണ്. പിന്നെ ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മളത് പറയും ചെയ്യാലോ ധൈര്യത്തോടെ, നമ്മുടെ എക്സ്പീരിയൻസ് ഇതിൽ പോയിക്കോളോ, വിശ്വസിച്ചിട്ട് പോകാം. പിന്നെ അതേപോലെ ഒരു താങ്ക് യു വാണി ചേച്ചിക്ക്. കാരണം ഞങ്ങളെയൊക്കെ ഫാമിലി പോലെ തന്നെ ഞങ്ങൾക്ക് ഫീലായി. കാരണം വാണി ചേച്ചി ഞങ്ങളെ കണ്ടിന്യൂ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യത്തിലും. ഈവൻ മോളുടെ തലമുട്ട അടിക്കേണ്ട ആ കാര്യത്തിലും കൂടി വാണി ചേച്ചിയാണ് കൂടെ ഉണ്ടായിരുന്നത്. അതേപോലെ വാണി ചേച്ചി പല പല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. മോളുടെ കാര്യത്തിൽ അവിടെ ഇത് ചെയ്യൂ, ഇങ്ങനെ ശ്രദ്ധിക്കൂ. അപ്പം അത് വളരെ ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പം അതിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു വാണി ചേച്ചിക്ക്. അഭിപ്രായം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ പ്രായം അനുസരിച്ച് വേണമെങ്കിൽ ഏട്ടാന്നോ ചേച്ചിന്നോ അമ്മയെന്നോ അച്ഛാന്നൊക്കെ വിളിക്കാം. സാർ, മാഡം, ആ വിളികൾ നമുക്കൊന്ന് ഒഴിവാക്കണത് നന്നാവും എന്ന് എനിക്കൊരു അഭിപ്രായം. പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല, എണ്ണി സതീശൻ പറഞ്ഞിറങ്ങും. വളരെ സന്തോഷം. നമസ്കാരം. വാണി ചേച്ചിയുടെ ഒരു നല്ല ജസ്റ്ററാണ് രാവിലെ ഞാൻ കണ്ടത്. ഇന്ന് രാവിലെ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പത്മാവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ വാണി ചേച്ചി എന്നെ കൂട്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു കട ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി അവർ ഭക്ഷണം വാങ്ങി കൊടുത്തു ഞങ്ങളിൽ. പിന്നെ ഒരു മുമ്പിലിരിക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു, അവരെയും. അപ്പോൾ അതൊരു നല്ല ജസ്റ്ററായി എനിക്ക് തോന്നി. നമ്മളെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബമായിട്ടാണ് നോക്കിയത്, അല്ലാതെ കോർഡിനേറ്റർ ആയിട്ടല്ല നോക്കിയത്. അതുകൊണ്ട് എനിക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് തോന്നിയത് വാണി ചേച്ചിയുടെ. പിന്നെ ബാക്കിയെല്ലാം വാണി ചേച്ചി ഒരു ഭക്തനാണ്, എനിക്ക് മനസ്സിലായി. അതന്നെ ആവട്ടെ, ദൈവത്തിൻ്റെ കൃപ, അല്ലാതെ എന്താ ഞാനും പറയാം. ബാക്കിയെല്ലാം നമ്മളല്ലല്ലോ തീരുമാനിക്കുക. അപ്പോൾ
എല്ലാം നല്ല തന്നെ. വളരെയധികം എൻജോയ് ചെയ്തു. എല്ലാവർക്കും നന്ദി. ഡ്രൈവർ, അതുപോലെ തന്നെ ഭക്ഷണം വയ്ക്കുന്ന പാചകക്കാർ, എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും ഇതുപോലെ തന്നെ ഈ ട്രാവൽസിൽ നിന്ന് യാത്ര ചെയ്യാൻ എല്ലാവർക്കും നമസ്കാരം. എല്ലാം പറയണം. നന്നായിരുന്നു, നല്ല കോപ്പറേഷൻ ആയിരുന്നു. അതൊക്കെ പറയാനുണ്ട്. വേറെന്താ, എല്ലാം നന്നായിട്ടുണ്ട്. വാണി നന്നായിട്ട് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ നോക്കിയത് വളരെ സന്തോഷം. ഡ്രൈവറാണെങ്കിലും ഡ്രൈവിങ് നന്നായിട്ടുണ്ട്. കുക്കാണെങ്കിലും നല്ല ഭക്ഷണമായിരുന്നു. അതിനൊക്കെ നല്ലതായിരുന്നു. ഞാൻ മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ 2ാമത്തെ യാത്രയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും വാണിയോട് അന്വേഷിച്ചില്ല. ഞാൻ പുരട്ടാസി മാസത്തിൽ വളരെ നല്ല സമയമാണ് ഭഗവാനെ ദർശിക്കാൻ എന്നൊരു ഇത് കണ്ടപ്പോൾ ഉടനെ വാണിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോയെന്നാണ് ചോദിച്ചുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം അന്വേഷിക്കാനൊന്നും പോയില്ല. കാരണം ഫസ്റ്റ് യാത്രയിൽ നിന്ന് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരുന്നത്. ഒരു കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഇങ്ങോട്ട് പോരുക, അത്രേ വേണ്ടുള്ളൂ. ഇവരുടെ കൂടെ വേറെ ഒന്നിനെക്കുറിച്ച് നമുക്കൊരു പറയുണ്ടായിരുന്നില്ല. അന്ന് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചിരുന്നു. ഒരു കാരണം ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ ധാരാളം യാത്ര കൊണ്ടുപോകുന്ന ആളാണ്. പിന്നെ ഇതല്ലാതെ പല ട്രാവൽസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെ ധാരാളം യാത്ര ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് യാത്ര പോകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായൊരു ധാരണ ഉണ്ട്. പക്ഷേ മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ ഫസ്റ്റ് യാത്ര ചെയ്ത് വന്നപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ്. കാരണം നമ്മളുടെ A to Z കാര്യങ്ങൾ വാണിയുടെ കയ്യിൽ ഭദ്രാണ്. അന്ന് അച്ഛനുണ്ടായിരുന്നു കൂടെ. അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അച്ഛൻ നമ്മളുടെ സ്വന്തം അച്ഛൻ്റെ പോലെയാണ്. കാരണം ചീത്ത പറയേണ്ടത് ചീത്ത പറയും, അത് ശാസിക്കേണ്ടടുത്ത് ശാസിക്കും, പിന്നെ സ്നേഹത്തോടു കൂടി ഇതാവും. ഭയങ്കരതാണ്. അച്ഛനെല്ലാവരും വേറെ വേറെ അറിയാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് എൻ്റെ സ്വന്തം അച്ഛൻ പറയുന്ന പോലെയാണ് അന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പിന്നെ അതുപോലെ വണ്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചു. ബാക്കിലാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇനിയിപ്പോൾ പ്രശ്നമാവും, എല്ലാം പുതിയ വണ്ടിയാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ഇവരുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഡ്രൈവറാണ്. അപ്പോൾ ബാക്കിലായാലും ഇനി മുന്നിലായാലും എവിടെയായാലും ഒരേപോലെ തന്നെ ആയിരിക്കും ഈ വണ്ടിയിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ബിന്ദു ടീച്ചറോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബാക്കിലാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത്രയും നല്ല ഡ്രൈവിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ. നമ്മളൊന്നും അതിനെക്കുറിച്ചൊന്നും ഫീൽ ചെയ്യുക പോലും ഇല്ല. പിന്നെ അന്ന് ഇതുവരെ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന യാത്രകളിലൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ ഹോട്ടലിൽ ആയിരുന്നു. അതും നല്ല ഹോട്ടൽസ് തന്നെയാണ് ഇവർ തിരഞ്ഞെടുത്തത്. നല്ല ഫുഡും തന്നെയായിരുന്നു. പക്ഷേ ചിലപ്പോൾ എല്ലാ ഏജിലുള്ള ആൾക്കാർ, പല അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ അല്ലേ യാത്ര ചെയ്യാം. ചിലവർക്കത് ഭക്ഷണം വയറിന് എപ്പോഴും നമ്മളുടെ ഭക്ഷണം ശരിയായ ബാക്കിയെല്ലാം ശരിയാവും. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള സ്റ്റൈൽ ഫുഡ് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രോബ്ലം വരുന്നു എന്നിങ്ങനെ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറിയത്. ഇവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല ഫുഡാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം, അതിനേക്കാൾ നല്ല ടേസ്റ്റോട് കൂടി നല്ല പാചകം നമ്മൾ ആ ടൈമിൽ നമുക്ക് കിട്ടി. പിന്നെ തിരുപ്പതി ദർശനത്തിൻ്റെ സമയത്ത് ഓൺലൈൻ ടിക്കറ്റിലാണ് അന്നൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയിടേണ്ടായിരുന്നില്ല. രാവിലെ വരുന്നു, ഫ്രഷപ്പ് ആവുന്നു, ആ ടൈം ആകുമ്പോൾ അവിടെ പോകുന്നു. ലൈനിൽ പിന്നെ 4-5 മണിക്കൂർ നിൽക്കണ്ടെങ്കിലും അന്ന് വന്നപ്പോൾ 1.5 മണിക്കൂറേ നിൽക്കേണ്ടി വന്നുള്ളൂ. ഈ റൈറ്റ് സൈഡിൽ നമ്മൾ വേഗം ഉള്ളിൽ കയറി, എന്നിട്ട് റൈറ്റ് സൈഡിൽ ആ ഡോറ് തുറന്നു. ആ ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഒരു 10-20 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അന്ന് 1.5 മണിക്കൂറിനാണ് അന്ന് എനിക്ക് ദർശനം കിട്ടിയത്. ഇപ്രാവശ്യം വന്നപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ വാണിയെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്. ആ തിക്കും തിരക്കിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ, എങ്ങനെ നിൽക്കണം, ഏത് ഭാഗം റൈറ്റ് സൈഡ് പിടിച്ച് പോകണം, അപ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവരും മനസ്സ് അതിലേക്കാണ് ഇതായിട്ട് അതിനനുസരിച്ച് സന്നദ്ധമായിട്ട്. അതുപോലെ ഗോവിന്ദ എന്ന് കേൾക്കുമ്പോൾ എണീക്കരുത് എന്നൊക്കെ വരെ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ വളരെ കറക്റ്റാണ്. വെറുതെ ആൾക്കാരെ അങ്ങോട്ട് പറയും ഗോവിന്ദ എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി പിടിച്ച് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം ആദ്യമേ അറിയുന്നതുകൊണ്ട് അതേപോലെ നമ്മൾ ഫോളോ ചെയ്ത് പോയതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടല്ലേ എന്ന് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ നല്ല രീതിയിൽ കിട്ടിയതുകൊണ്ട് ആ ഓൺലൈൻ ടിക്കറ്റ് എടുക്കണോട്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ 2:30 തന്നെ ടിക്കറ്റ് എടുത്ത് പോകുന്നു. നേരെ മറിച്ച് ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ 2:30 മണിക്കൊന്നും നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല. അത് വളരെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടെ പോയാലും തിരുമല പോയാലും 4 മണിക്കൂർ നമ്മൾ നിന്നു വെച്ചാൽ 11 മണിക്ക് കയറിയിട്ട് 4:30 ആകുമ്പോഴേക്കും ഓൾറെഡി എല്ലാവരും ഭഗവാന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഉള്ളിൽ.
എന്നിരുന്നാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ ഭാഗത്തും പോയി യഥേഷ്ടം നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ എല്ലാവർക്കും 1 മിനിറ്റിലധികം സമയം എല്ലാവർക്കും നന്നായി തൊഴാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ നല്ല. എല്ലാവരും പറഞ്ഞു ഇത്രയും തിരക്കുണ്ടപ്പോൾ ഗുരുവായൂരത്തൊക്കെ പോലെ പിടിച്ചാണ് മാറ്റുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, 1 മിനിറ്റിൽ കൂടുതൽ. കാരണം ഭഗവാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ തിരക്കാണെങ്കിൽ പോലും നല്ല സുഖമായിട്ടുള്ള ദർശനമാണ് കിട്ടിയത്. അത് എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് കിട്ടിയത്. പിന്നെ എല്ലാവരോടും കൂടെ ഉള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും ഇനിയും ഇതിൻ്റെ മുന്നേ വന്ന യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിനോട്, കുറേ ഫാമിലീസിനോട്, നമ്മളുടെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കൂടെ ഞാൻ അറിയുന്ന 4 ഫാമിലീസ് ഇവിടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്ന് വളാഞ്ചേരിയുള്ള ഫാമിലീസ് വന്നിട്ടുണ്ട്, പിന്നെ കോട്ടയത്ത് നിന്ന്, അതുപോലെ പാലക്കാട് നിന്ന്, കോഴിക്കോട് നിന്നൊക്കെയുള്ള ഫാമിലീസ് ഞാൻ ഈ നമ്പർ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക, തിരുപ്പതി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുക മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ പോയിക്കോളൂ പറഞ്ഞിട്ട് ഇവരുടെ നമ്പറാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ അത് തിരുപ്പതി പോകണമെങ്കിൽ മഹാറാണിയുടെ കൂടെ പോവുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ യാത്രകൾ ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും തിരുപ്പതി പോകുന്നുണ്ട്, മഹാറാണി ട്രാവൽസിൻ്റെ കൂടെ മാത്രമേ പോകും. താങ്ക് യു, എല്ലാവർക്കും നന്ദി. വളരെ നല്ല യാത്രയായിരുന്നു. ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ്. വെക്കേഷനിൽ രഞ്ജിൻ ടീച്ചറാണ് എന്നോട് ചോദിച്ചത് നിങ്ങൾ പോരുന്നു. അപ്പോൾ ഞാൻ തിരുപ്പതി പോവേ ഓർത്തിട്ട് ഒന്നുമില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഉണ്ടെങ്കിൽ വേഗം പറയുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നാ ടീച്ചർ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ പറഞ്ഞു. പക്ഷേ വളരെ നല്ല ഗൈഡൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അതുപോലെ ആ കഥ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഇമാജിൻ ചെയ്യുമ്പോൾ അവിടെ എത്തുമ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടുന്നു. വളരെ നല്ല രസകരമായിട്ടുള്ള യാത്ര, എല്ലാം വളരെ സേഫായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോടാണ്. ഇനി കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. റോഡ് നേരെയാക്കിയാൽ തീർച്ചയായിട്ടും എന്താ ഇനി അടുത്ത യാത്രകളിലൊക്കെ കൂടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ പേര് നിത്യദാസ് ആണ്. ഞാൻ +2 സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ട്രിപ്പ് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് നന്നായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ദർശനമൊക്കെ നന്നായി കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആൻറ്റിൻ്റെ ഒക്കെ നന്നായി സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുക്കിങ്ങുകളൊക്കെ ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രൈവിംഗ് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എല്ലാ സപ്പോർട്ടായിട്ട് ആൻറ്റി കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ഇതേപോലെ വരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതെന്ന് പറയാം. എന്തെങ്കിലും അധികം അറിയില്ല ബൈക്കിലൊന്നും. അപ്പൊ അതുകൊണ്ട് ഉള്ളത് ഉറപ്പായിട്ട് പറയാം. യാത്ര എല്ലാവരും നല്ല സഹകരണം എല്ലാം ആയിരുന്നു. പിന്നെ മാം പറഞ്ഞു തന്നത് എല്ലാ കാര്യങ്ങളും അതുപോലെയായിരുന്നു. ഒരു മാറ്റവും ഉണ്ടായിരുന്നു. അപ്പൊ ദർശനമൊക്കെ നന്നായിട്ട് കിട്ടിയിരുന്നു. മഹാറാണി ട്രാവൽസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. പോകണമെന്നൊരു നല്ലപോലെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങളറിയാതെ എൻ്റെ ഭർത്താവ് ഇപ്പോൾ വേഗം കൊടുത്ത് നമ്മുടെ ആഗ്രഹം പോലെ അവർ ചെയ്തു തന്നു. അതുപോലെ തന്നെ നല്ല സർവീസായിരുന്നു, ഇഷ്ടമായി. സന്തോഷം കൊണ്ട് കണ്ണിലൂടെ വെള്ളവും വരുന്നത്. കാരണം എൻ്റെ മക്കളൊക്കെ ഹാപ്പിയാണ്. ഈ നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റി, നല്ല ദൈവത്തെ തൊഴുതാൻ പറ്റി. എവിടേക്കോ ടൂറൊക്കെ പോയിട്ടുണ്ട്, എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്മാരുമായിട്ടോ. പക്ഷെ ഇതുപോലത്തെ യാത്ര ജീവിതത്തിലില്ല. ഇനി വീണ്ടും തിരുപ്പതിക്ക് യാത്ര ഉണ്ടെങ്കിൽ മഹാറാണി ട്രാവൽസിലായിരിക്കും. ഏറ്റവും നല്ല ദർശനം കിട്ടി. നന്നായി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച ഈ ട്രിപ്പിലാണ്. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും വലിയ അനുഭവമാണ് ഉണ്ടായത്. പക്ഷെ അന്നത്തെ ഭക്തി ഇന്ന് കിട്ടിയിട്ടില്ല. ഭക്ഷണം റെഡിയായി. ഞാൻ ആർക്കും നന്ദി പറയില്ല. കാരണം ഇനി നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികമായി പോകും. കാരണം ദൈവത്തോട് മാത്രം നന്ദി പറയാം. ഇനിയും എല്ലാവർക്കും നല്ല ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും സാമ്പത്തികവും എല്ലാതും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ കുട്ടീനെ കൊണ്ട് വരുമ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തപ്പി ഒക്കെ വീഡിയോസ് ഒക്കെ നോക്കി. എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. കാരണം ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മോളുടെ കാര്യത്തിലായാലും എല്ലാം ശ്രദ്ധിച്ച് എല്ലാം പക്ക പെർഫെക്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അവളുടെ കാര്യത്തിലാണ് കൂടുതലും ടെൻഷൻ. പിന്നെ പറയണ്ടല്ലോ, ക്യൂ നല്ലോണം ബാധിച്ചു കുട്ടീനെ. അത് വേറെ നല്ലോണം ബാധിച്ചു, അത്രയും ബാധിച്ചു. പക്ഷെ ചേച്ചി പറഞ്ഞെന്താ, മുൻകൂട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ എവരിതിങ്. ഭഗവാൻ എങ്ങനെ എടുത്തുകൊണ്ടുപോവുക, നടക്കാനും നല്ല തോന്നുന്നില്ല. ഭഗവാന്റെ അമ്പലിക്ക്